നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം വാക്കുകൾ കൊണ്ടുള്ള യുദ്ധമായി മാറിയിരിക്കുകയാണ്. വികസനവും രാഷ്ട്രീയവും ഒരുപോലെ ചർച്ചയാകുന്ന പാലക്കാട് മണ്ഡലത്തിൽ UDFന്റെ മുഖമായി മാറിയിരിക്കുന്നത് മുൻ MLA കൂടിയായ ഷാഫി പറമ്പിൽ MP ആണ്. തന്റെ പിൻഗാമിയായി രമേശ് പിഷാരടിയെ പാലക്കാട് എത്തിച്ച ഷാഫി ഓരോ ആരോപണങ്ങളെയും വളരെ കൃത്യമായ രാഷ്ട്രീയ കണക്കുകൾ നിരത്തിയാണ് നേരിടുന്നത്. CPM BJP ഡീൽ ആരോപണങ്ങൾ മുതൽ കോൺഗ്രസിനുള്ളിലെ സ്ഥാനാർത്ഥി നിർണയ തർക്കങ്ങൾ വരെ മാധ്യമങ്ങൾ ചർച്ചയാക്കുമ്പോൾ അതിനെല്ലാം ഷാഫി പറമ്പിൽ നൽകുന്ന പവർഫുൾ മറുപടിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കവേ ഷാഫി പറമ്പിൽ പ്രധാനമായും ഊന്നൽ നൽകിയത് ഇടതുപക്ഷത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ തകർച്ചയെക്കുറിച്ചാണ്. കോൺഗ്രസിനുള്ളിൽ തർക്കങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർ സ്വന്തം പാളയത്തിലെ ചോർച്ച കാണുന്നില്ലെന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. വൈക്കത്തെ മുൻ MLA അജിത്ത്, നാട്ടികയിലെ സിറ്റിംഗ് MLA CC മുകുന്ദൻ, ഇടുക്കിയിലെ മുൻ MLA S രാജേന്ദ്രൻ എന്നിവരെല്ലാം BJPയിലേക്ക് ചേക്കേറിയത് ചൂണ്ടിക്കാട്ടിയാണ് ഷാഫി തിരിച്ചടിച്ചത്. സ്വന്തം MLAമാരെ പോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത CPM കോൺഗ്രസ് നേതാക്കളുടെ മക്കളെയും മരുമക്കളെയും കുറിച്ച് സംസാരിക്കുന്നത് പരിഹാസ്യമാണെന്ന് അദ്ദേഹം തുറന്നടിക്കുകയുമുണ്ട്. CPM ഇപ്പോൾ ആശയങ്ങളെക്കാൾ കൂടുതൽ ഭരണത്തോട് മാത്രമാണ് താല്പര്യം കാണിക്കുന്നതെന്ന് ഷാഫി ആരോപിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഭരണത്തിൽ തുടരാൻ BJPയുടെ സഹായം തേടാൻ പോലും അവർ തയ്യാറാവുകയാണ്. ഇതിനെതിരെ CPMനകത്ത് തന്നെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ടെന്നും TK ഗോവിന്ദനെ പോലുള്ളവരെ മുതിർന്ന നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ ഇതിനെ തെളിവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. CPMന്റെ അച്ചടക്കത്തെക്കുറിച്ചും പഴയകാലത്തെ പേടിപ്പെടുത്തുന്ന രീതികളെയും ഭയന്നാണ് പലരും ഇപ്പോൾ മിണ്ടാത്തതെന്നും എന്നാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബാലറ്റിലൂടെ അവർ ഇതിനെല്ലാം മറുപടി നൽകുമെന്നും ഷാഫി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പാലക്കാട്ടെ മത്സര ചിത്രം വളരെ വ്യക്തമാണെന്നും അവിടെ BJP എത്ര വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും വിജയിക്കാൻ പോകുന്നില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. BJPയെ തടയാൻ UDFന് മാത്രമേ കഴിയൂ എന്ന് വോട്ടർമാർക്കറിയാം. 2001 കോൺഗ്രസിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായപ്പോഴും 100 സീറ്റുകൾ നേടിയാണ് അധികാരത്തിൽ വന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആ ചരിത്രം ഇത്തവണ ആവർത്തിക്കുമെന്നും കേരളം UDFനോടൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പിഷാരടി വരുന്നത് രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കാൻ തന്നെയാണെന്നും സിനിമാ ഗ്ലാമറിനേക്കാൾ ഉപരിയായി തന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നതെന്നും ഷാഫി പറഞ്ഞു. കാരാട്ട് റസാഖിനെ പോലുള്ളവർ UDF പാളയത്തിലേക്ക് തിരിച്ചെത്തുന്നത് മുന്നണിക്ക് കൂടുതൽ കരുത്ത് പകരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഭരണവിരുദ്ധ തരംഗവും ഇടതുമുന്നണിക്കുള്ളിലെ അതൃപ്തിയും ആയുധമാക്കിയാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നയിക്കുന്നത്. ഈ വാദങ്ങൾ വോട്ടർമാരിലേക്ക് എത്രത്തോളം എത്തുന്നു എന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഷാഫി പറമ്പിലിന്റെ ആ പ്രതികരണ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. പിഷാരടിക്കുള്ള പിന്തുണയും സ്നേഹവും തന്നെ ആയിരിക്കാം. ആ പിന്തുണയും സ്നേഹം കൊടുക്കുമ്പോൾ പിഷാരടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് അതിനെതിരായിട്ട് പിഷാരടിക്ക് ഒരു പിന്തുണ കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അത് പിന്നെ അവര് വരണോ വേണ്ടേ എന്നുള്ള അദ്ദേഹം പറഞ്ഞ് ഞാനായിട്ട് ആരും വിളിക്കില്ല. കാരണം എന്റെ പൊളിറ്റിക്സ് അത് രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. പിന്തുണച്ചവർക്ക് നന്ദി. ഒപ്പം ഈ നേരിട്ട് UDFും NDAയും തമ്മിൽ തന്നെയാണോ പാലക്കാട് ഇത്തവണ മത്സരം ചിത്രം? അപ്പൊ പാലക്കാട്ടെ മത്സര ചിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകൾ, 2016 തെരഞ്ഞെടുപ്പ്, 21 തെരഞ്ഞെടുപ്പ്, 19 ലോക്സഭ, 24 പിന്നെ ലോക്സഭ, ഇപ്പം അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ്, ഇപ്പൊ കഴിഞ്ഞ ലോക്കൽ ബോഡി. അപ്പൊ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചിത്രമൊക്കെ അക്കാര്യത്തിൽ ക്ലിയറാണ്. അവിടെ BJP എത്ര വലിയ ക്ലെയിം മുന്നോട്ട് വെച്ചാലും അവിടെ അവർ ജയിക്കാൻ പോകുന്നില്ല. അത് അവർക്ക് അവിടെ ജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അത് ഉറപ്പുവരുത്താൻ അവിടെ കഴിയുന്നത് UDFനാണ് എന്നുള്ളതും അവിടുത്തെ ജനങ്ങൾക്ക് അറിയാം. അപ്പൊ അത് വേറെ കൺഫ്യൂഷൻസ് ഒന്നും വോട്ടർമാർക്കിടയിലില്ല. വോട്ടർമാർക്ക് ആ കാര്യത്തിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. അല്ല, അതിനകത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വലിയ നവമാധ്യമ ചർച്ചകളും പ്രചരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കോൺഗ്രസിനകത്ത് എന്തോ ഭയങ്കരമായിട്ടുള്ള കുഴപ്പം വന്നതിനെ സംബന്ധിച്ചാണ് വാർത്തകൾ ലീഡ് ചെയ്തത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഇപ്പൊ ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നും വേണ്ട, പിന്നെ വൈക്കത്തെ മുൻ MLA അജിത്ത് ഇപ്പൊ എവിടെയാ പോയിരിക്കുന്നത്? BJPയിൽ പോയി സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. നാട്ടികയിലെ സിറ്റിംഗ് MLA CC മുകുന്ദൻ, LDFന്റെ സിറ്റിംഗ് MLA, അദ്ദേഹം ഇപ്പൊ എവിടെയാ? BJPയിൽ പോയി സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. S രാജേന്ദ്രൻ, ഇടുക്കിയിലെ ഇവരുടെ MLA, അദ്ദേഹം എവിടെയാ പോയി? BJPയിലേക്ക് പോയിരിക്കുകയാണ്. ഞങ്ങൾ BJPയിലേക്ക് ഒരാൾ പോകുമ്പോൾ ഞങ്ങൾ എടുത്തിട്ട് ആഘോഷിക്കുന്ന ആളുകളല്ല. ഞങ്ങൾക്ക് അതിനകത്ത് വലിയ അത്യാഹ്ലാദമൊന്നുമില്ല. പക്ഷെ അതൊക്കെ മറച്ചു വെച്ചിട്ട് ഞങ്ങളുടെ ഇടയിൽ എന്തോ വലിയ പൊട്ടിത്തെറിയാണ്, സ്ഫോടനമാണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആയിഷ പോറ്റി ഇപ്പൊ എവിടെയാ? PV അൻവർ, ഇവരുടെ കടുന്നൽ കൂട്ടത്തിന്റെ പിന്നെ തലവനായി അവർ തന്നെ അവരോധിച്ചിരുന്ന PV അൻവർ ഇപ്പൊ എവിടെയായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? ഒന്നും വേണ്ട, ദീർഘകാലം CPMന് എല്ലാം നൽകിയിരുന്ന നേതാവെന്ന് പറയപ്പെടുന്ന G സുധാകരൻ
എവിടെ നിന്നിട്ടാണ് മത്സരിക്കുന്നത്? ഇപ്പോൾ ദാ കാരാട്ട് റസാക്ക് വീണ്ടും ലീഗിന്റെ പിന്നെ കൂടാരത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ പിന്നെ ടി.കെ. ഗോവിന്ദനെ പോലുള്ള ഒരു CPM നേതാവ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അദ്ദേഹം അവിടെ നടത്തിയ പത്രസമ്മേളനം ശരിക്കും ഒരു പാർട്ടി സ്റ്റഡി ക്ലാസ്സാണ്. ഗോവിന്ദ മാഷൊക്കെ ഒന്നുകൂടി ഇരുന്ന് കാണേണ്ട സ്റ്റഡി ക്ലാസ്സാണ് അദ്ദേഹം എടുത്തത്. പിന്നെ തളിപ്പറമ്പിലെ ടി.കെ. ഗോവിന്ദനാണെങ്കിൽ പയ്യന്നൂരിൽ പിന്നെ കുഞ്ഞികൃഷ്ണൻ അല്ലേ, അദ്ദേഹം പറഞ്ഞ എന്താ, പ്രവർത്തകർ ഇനി നേതൃത്വത്തെ തിരുത്തേണ്ട കാലമാണെന്ന്. അവർക്ക് അവരുടെ ഇരുമ്പ് മറയും അവരുടെ പാർട്ടി പിന്നെ റാങ്ക് ആൻഡ് ഫയലിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടായിട്ടും അതിനകത്ത് നിന്ന് ആളുകൾ മറികടന്ന് രംഗത്ത് വരേണ്ട അവസ്ഥയിലേക്ക് അവിടെ മാറുകയാണ്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ, അതിന്റെ നേതൃത്വം നൽകുന്ന ആളുകൾക്ക് ഇപ്പൊ ഭരണത്തോട് മാത്രമാണ് താല്പര്യം, അവരുടെ പാർട്ടിയേക്കാൾ ആശയങ്ങളെക്കാൾ ഭരണത്തോട് താല്പര്യമാണ്. അല്ലെങ്കിൽ ഒരു CPM മന്ത്രി പഞ്ചായത്തിൽ ജയിച്ച ജനപ്രതിനിധികളുടെ പേര് നോക്കിയാൽ കാര്യം മനസ്സിലാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു CPMന്റെ മന്ത്രി കേരളത്തിൽ നടത്തിയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് തിരുത്തിയതെങ്കിലും നിങ്ങൾ കണ്ടോ? അപ്പൊ CPMന്റെ പൊളിറ്റിക്സ് തന്നെ അടിയറവ് വെച്ചിട്ടാണ് എങ്ങനെയെങ്കിലും BJP സഹായം കിട്ടിയിട്ടാണെങ്കിലും ഭരണത്തിൽ തുടരാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ള വ്യഗ്രത മാത്രമാണ് അവർ വെച്ച് പുലർത്തുന്നത്. അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകൾ CPMനകത്ത് കൂടിക്കൊണ്ടിരിക്കുക. ഇനി CPM ആയതുകൊണ്ടും മാഷാ അല്ലാ ഇന്നോവയും സ്റ്റിക്കറും ഒക്കെ പേടിയുള്ളത് കൊണ്ടും ഇപ്പൊ പലരും പ്രതികരിക്കുന്നില്ല. അവരുടെ പ്രതികരണം തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും. CPMനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിക്കാത്ത തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേരിടേണ്ടതായിട്ട് വരും. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കടന്നു വരുന്ന ആളുകൾ അതിനേക്കാൾ എത്രയോ ഇരട്ടി വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇനി ഈ ദിവസങ്ങൾ നിങ്ങൾ കണ്ടോ, ഇലക്ഷൻ അജണ്ട വീണ്ടും ജനകീയ പ്രശ്നങ്ങളും രാഷ്ട്രീയവും ഒക്കെ ആവും. ഇത്രയും ദിവസം സർക്കാർ PR-ന്റെ പേരിൽ അതിനെ മറച്ചു വെക്കാൻ ശ്രമിച്ചു. പിന്നെ മാധ്യമങ്ങൾ നിങ്ങളുടെ സഹായത്തോടെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ, നിങ്ങൾ എത്ര ദിവസമായി MP-മാർ മത്സരിക്കുകയോ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് എന്തോരം ചോദ്യം ചോദിച്ചോണ്ടിരുന്നു. എല്ലാവരും വരിയായിട്ട് MP-മാർ മത്സരിക്കാൻ നിൽക്കുക, മത്സരിപ്പിച്ചില്ലെങ്കിൽ ആകെ അവിടെ പൊട്ടും തെറിക്കും ബോംബാകും സ്ഫോടനമാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൊട്ടിത്തെറി ഞങ്ങൾ കണ്ടില്ലല്ലോ. സുധാരേട്ടനൊക്കെ നിങ്ങൾ വേറെ പാർട്ടിയാക്കി സ്വതന്ത്രനാക്കി, പിന്നെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പിന്നെ തീരുമാനിച്ചു, അവിടുന്ന് പുറപ്പെടുവിച്ചു, എന്തെല്ലാം ചെയ്യിപ്പിച്ചു, നിങ്ങൾ എല്ലാ വേഷവും ഇടിപ്പിച്ചു. അതേ ഇപ്പൊ പാർട്ടിയുടെ സ്ട്രോങ് ആയി കെ സുധാകരൻ എന്ന കോൺഗ്രസ് നേതാവ് അഭിമാനത്തോടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വ്യക്തിപരമായ പിന്നെ ലാഭനഷ്ടങ്ങൾക്കപ്പുറത്തേക്ക് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുണൈറ്റഡ് ഹൗസ്, ഞങ്ങളുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ, പിന്നെ സീറ്റിന്റെ തർക്കമൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായ കൊല്ലം 2001 ഞാൻ ഓർക്കുന്നത്. ഫീൽഡ് ചെയ്ത പല സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് മാറ്റേണ്ടതായിട്ടൊക്കെ വന്നു. അന്ന് ഞങ്ങൾ എത്തിയത് 100 സീറ്റിലാണ്. അപ്പം ഞങ്ങളത് ആവർത്തിക്കാൻ പോവുകയാണ്. ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇത് ജനങ്ങളോടുള്ളൊരു ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ, അത് ഞങ്ങൾ നിറവേറ്റും. ഇത്തവണ ഈ ദുർഭരണത്തിന് ഞങ്ങൾ അറുതി വരുത്തും. ഐക്യ ജനാധിപത്യ മുന്നണി തിരികെ വരും, കേരളം ജയിക്കും. താങ്ക് യു. തിരിച്ചു പറയുന്നത് ആന്റണിയുടെ മകൻ എവിടെ, കെ കരുണാകരന്റെ മകൻ എവിടെ, ഉമ്മൻചാണ്ടിയുടെ മരുമകൻ എവിടെ, സണ്ണി ജോസഫിന്റെ സഹോദരൻ എവിടെ? അല്ല, മകനും മകളും മരുമകനും സഹോദരനും ഒക്കെ എവിടെയെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അവരുടെ MLA-മാരെ എവിടെയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരുടെ സിറ്റിംഗ് MLA-മാരെവിടെ? അവർ അവസരം കൊടുത്ത് ജയിപ്പിച്ച് നിർത്തിയ സിറ്റിംഗ് MLA പോലും BJP പോകുമ്പോൾ മകന്റെയും മരുകളുടെയും കാര്യം പറഞ്ഞിട്ട് അതിനെ കവർ ചെയ്യാൻ പറ്റുമോ? അതിന് കഴിയില്ലല്ലോ.